സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി ഗായ്സ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും, വന്നല്ലോ പൊട്ടൻ. ഒരിക്കലും അതൊക്കെ അത്രയുള്ളു. നമ്മൾ ഇന്ന് അടിച്ചു വെച്ചാൽ ഫെറാറിയുടെ ഒരു വേർഷനാണ്. ഇത് വെച്ചാൽ എനിക്കറിയില്ല. അതിന് മുമ്പൊക്കെ റിയ ഷിൻചാൻ പിൻചാൻ്റെ അടുത്ത് പറയാം. സോ ഗായ്സ്, നമ്മളങ്ങനെ വെച്ചിട്ട് റിയ ഷിൻചാൻ പിൻചാൻ സ്ഥലം വരെ പോയിട്ട് വരാം. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ. നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. നമ്മുടെ കാർ കളക്ഷൻ കാണാൻ പോവാം. കുറേ കാലമായി നിങ്ങൾ എൻ്റെ കാർ കളക്ഷൻ കണ്ടിട്ടെന്നൊക്കെ അറിയാം. അത് കാരണം നമ്മൾ കാർ കളക്ഷനൊക്കെ പോയി കണ്ടിട്ട് വരാം. എന്ത് പറയാനാണ്, നമ്മളെ ഈ JCB ഉണ്ട്, പിന്നെ നമ്മുടെ BMW ഉണ്ട്, ബുഗാട്ടി ഉണ്ട്, മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്, എമറാൾഡ് സൂപ്പർ ഉണ്ട്, പിന്നെ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ കളക്ഷനും റോൾസ് റോയ്സിൻ്റെ കളക്ഷനും എന്താണ് പറയുന്നത്, റോൾസ് റോയ്സിൻ്റെ കളക്ഷനും നമ്മുടെ ലംബോർഗിനിയുടെ ഉറൂസിൻ്റെ കളക്ഷനും ഉണ്ട്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കളക്ഷൻ ഒരു സീക്രറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ്. അത് ഞാൻ നിങ്ങൾക്ക് വരുമ്പോൾ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് പോകാം ഗൈസ്. സീക്രറ്റായ സ്ഥലത്താണ്. അതൊക്കെ ഒരു സീക്രട്ട് കോഡ് വെച്ച് അടിച്ചാലേ വരുള്ളൂ. അപ്പോൾ കോഡിയും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ഇന്ന് പ്രത്യേകിച്ച് വെള്ളമൊക്കെ ഇല്ല. വെള്ളമൊക്കെ ഇപ്പോൾ ഉണ്ടാവും. ഇല്ല ഞാൻ ചാടുന്ന ഫീച്ചറൊക്കെ വർക്കാവാൻ നോക്കിയാൽ കുറേ ദിവസമായി എടുത്തിട്ട്. നമുക്കെന്തായാലും നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. ഇന്ന് നമ്മൾ അടിച്ചു മാറ്റാൻ പോണ കാറിൻ്റെ പേര് ഡൊമിങ്കോസിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് പറയാം. ഞാൻ എത്ര മേക്കപ്പ് കൊടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ വെച്ച് പറയുന്നതാണ്. അതൊന്നും നടക്കില്ല. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. പക്ഷേ ഇന്ന് ഇടിക്കണമെന്നില്ലല്ലോ. ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് എന്തായാലും നേരെ പോവാം. ഇന്ന് കാർ അടിച്ചു മാറ്റുമ്പോൾ നമുക്ക് പുതിയ വല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോവാം. ചാടിച്ച് അത്ര മൂഞ്ചി ചമ്മി ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഇറങ്ങി ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകാം. കാർ അവിടെ എങ്ങാനും കിടക്കട്ടെ. ഏത് വേർഷനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ക്യൂരിയോസിറ്റിയുടെ ഇരുന്ന് വീഡിയോ ഫുള്ള് കാണണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് വേർഷനാണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നമുക്കെന്തായാലും നേരെ കയറിപ്പോകും. അയ്യോ വീട്ടില് അത്രയേ ഉള്ളൂ. നമ്മളെ കാറിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ബീച്ച് സൈഡിലാണ്. എന്തായാലും എന്നെ പോലീസ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ജയിലിൽ കിടക്കുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പം ഞാൻ ഇറക്കിക്കൊണ്ട് പോവാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നേരെ ഇറങ്ങി നമ്മളെ കാർ അടിച്ച് വെച്ചിട്ട് ഇനി കാർ ഏതാന്ന് പറഞ്ഞുതരാം. നമ്മുടെ കാർ ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഫെറാറിയുടെ ഗോൾഡൻ വെർഷനാണ്. വീണ് അന്ന് എനിക്ക് തോന്നുന്നു കാരണം ബാഗൊക്കെ ഉണ്ടത്. പിന്നെ ഈ ബാഗ് ഏതാണെന്നായിരിക്കും വിചാരിക്കണേ. ആ ബാഗ് ഞാൻ ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്. അവനറിഞ്ഞ് കാണോ ഇല്ലേന്നൊന്നും അറിയില്ല. പിന്നെ എങ്ങനെ തിരിച്ചു കൊടുക്കാം. എന്തായാലും നമുക്ക് നേരെ പോയി നമ്മളെ ഫെറാറിയുടെ ഗോൾഡൻ വെർഷൻ അടിച്ചു മാറ്റിക്കൊണ്ട് വരാം. നല്ല സ്പീഡിലാണ് പോണത്. ഒരു മിനിറ്റ്, ഇത് ഒരു കുഴപ്പമില്ല. ഇതേതാ സ്ഥലം? മരുഭൂമിയാ. ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഗൈസ്, നമുക്കൊരു പുതിയ സ്ഥലം കിട്ടിയിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. നമുക്കിത് നേരെ കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇത് ഏതാ സ്ഥലം? സെൻസറാ. ഒരു മിനിറ്റ് ഗായ്സ്, ഇത് മിലിറ്ററി ബേസാണ്. വിട്ടോ വേറൊന്നും ചെയ്യല്ല. അയ്യോ ഈ തേങ്ങ എന്താണ്? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മമാരെ ഹെലികോപ്റ്ററിൽ വന്ന് നമ്മൾ തൂക്കിയെടുത്തോണ്ട് പോകും. പോലീസിൻ്റെ അടുത്ത് കളിക്കണവരല്ല ഇവർ. കുറച്ച് വിഷയമാണ്. ഞാൻ പറഞ്ഞില്ലേ, വിഷയമാണ്. എന്തായാലും നമുക്ക് നേരെ പോയി നമ്മുടെ കാർ അടിച്ചു മാറ്റാം. ബീച്ച് സൈഡിലാണെന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. സോ ഗൈസ്, നമ്മൾ ഇവിടെ കിടന്ന് തപ്പിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ സോ ഗൈസ് എന്ന് പറഞ്ഞാണ്. നമുക്ക് എന്തായാലും നമ്മുടെ കാറിനെ തപ്പിപ്പോവാം. കാർ എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞ് എൻ്റെ മോനെ വിഷയം കാറ്, ഈ നിജാതി കാറ്.
എൻ്റെ മോനെ ഇനി നേരെ ഇറങ്ങിപ്പോയി കാർ എടുത്തോണ്ട് പോലീസിൻ്റെ വായ ചാടുമൊന്നുമില്ല. ആകെ ഡൊമിങ്കോസ് വെറുതെ പറയണത് പോലീസ് വരിക പോലും ഇല്ല. കാരണം ഗോൾഡൻ കാർ സജ്ജറ്റുമ്പോൾ പോലീസ് വരാറില്ല. ആ വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. പോലീസ് വന്നാൽ ചമ്മിയിരിക്കും. ചമ്മിരിക്കത്തൊന്നുമില്ല, നമ്മൾ പ്രൊഫഷണൽ എസ്കേപ്പ് ചെയ്യുന്ന ആളാണെന്നറിയാലോ. നമുക്ക് ഇവിടെ ഒരു ടെസ്റ്റ് എടുത്ത് നോക്കാം. ഈ കാറിൻ്റെ ഡ്യൂറബിലിറ്റി ഇനി എന്തോ ചെയ്യും. അത് കുഴപ്പമില്ല, ഇടിച്ചിട്ട് പാർട്സ് നിലയിൽ പോയിട്ടില്ല. പിന്നെ എന്ത് പ്രശ്നം നമുക്ക് ഗൈസ്? ഒരു പ്രശ്നമില്ല. നമുക്ക് എന്തായാലും നേരെ മേപ്പോട്ട് കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. ഇവിടെ പോലീസൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ സ്കിൽഫുൾ ഡ്രൈവിങ് സ്കിൽസൊക്കെ കാണിക്കാം. റോഡിലേക്ക് വണ്ടി ഇറക്കണോ? ഇറക്കിയ അപ്പം പണിയാണ്. ഇപ്പം ചേച്ചി സോ ഗൈസ് അങ്ങനെ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. വണ്ടിയുടെ പാർട്സൊക്കെ ഇപ്പോൾ എടാ എംബിയുടെ ഇതിലൊക്കെ എത്ര കാശാവുന്നറിയോ ശരിയാക്കാൻ? ഒരു സ്റ്റാറിൻ്റെ കയ്യിൽ ഇടിച്ചിടിച്ചിൻ്റെ അയ്യോ. സോ ഗൈസ് ഡ്രൈവിങ് സ്കിൽസ് കാണിച്ച് പോണത്തി ഇപ്പം പറഞ്ഞു പോകും. കണ്ടോട്ടാ ഗോൾഡൻ പറന്നു പോയി. ഇടിച്ച് സോ സ്കിൽസാണ്. നമ്മൾ എന്ത് പറയാനാണ്, നമ്മൾ ഭയങ്കര സീനായിപ്പോയി. ഇതിൻ്റെ മേലെ കയറി ഇന്ന് പ്രദീപിനെ വിളിക്കാം. വേറെ വഴിയൊന്നുമില്ല. ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങി പ്രദീപിനെ വിളിക്കണം അല്ലേ? ഇവിടെ നിർത്തണോ അതോ താഴത്ത് പോയി നോക്കാം നമുക്ക്. പ്രദീപിനെ ഇപ്പം വിളിക്കണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ പോലീസുകാർക്ക് കുറച്ച് പണിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പം ഇവിടെ മിലിറ്ററി ഉണ്ട്, പണി കൊടുത്താൽ ശരിയാവില്ല. ഇനി സ്റ്റാർ പോയിട്ടുണ്ട്. കുറച്ച് നോക്കിയിട്ട് ഇവിടെ നിർത്താം. എടാ പ്രദീപ് എൻ്റെ കാറിന് ശരിയാക്കണം. വന്നവരെ കാറിൻ്റെ പാർട്സ് എടുത്തോണ്ട് തന്നെ. ഓക്കെ ശരി. സോ ഗൈസ് അവനെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് അങ്ങനെ നമ്മുടെ കാർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ റിയാൻസിൻ്റെ പിൻചാൻ്റെ അടുത്ത് പോവാം. ഇനി ഈ വഴി പോണതായി പോയി. പിന്നെ ഇതിൽ വേറൊരു സംഭവം ഉണ്ട്. ഓട്ടോ റിപ്പയർ മോഡ്, ഓട്ടോ പാർക്കിംഗ് മോഡ് എന്ന് പറഞ്ഞ മോഡ്സ് ഉണ്ട് ഇതിൽ. അതുകൊണ്ട് ഇതിൽ എന്ത് സ്കില്ല് കണ്ടോ? ഇതൊക്കെയാണ് എൻ്റെ സ്കില്ല്. അപ്പം നമുക്ക് ഇറങ്ങി ഇതിന് കമാൻഡ് കൊടുക്കാതെ തന്നെ ആയിക്കോളും. നമ്മൾ വിട്ടുമ്പോൾ കാർ ഓട്ടോ പാർക്ക് ആൻഡ് ഓട്ടോ റിപ്പയർ. നിങ്ങളെല്ലാം കേട്ടല്ലോ. പ്രദീപ് ഭയങ്കര ഹൈടെക് ആയി പോയി. നമുക്ക് എന്തായാലും നേരെ റിയ ഷിൻചാൻ പിൻചാൻ്റെ അടുത്ത് പോവാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. റിയ ഷിൻചാൻ പിൻചാൻ പെട്ടെന്ന് താഴത്തേക്ക് വരൂ. ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞാൻ ഇവരെ വിളിച്ചിട്ട് ഇപ്പൊ വരാം. നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി പോവാം. നമുക്ക് അവിടെ പോയി റിയക്ക് ഷിൻചാനും പിൻചാനും വെയിറ്റ് ചെയ്യാം. നിക്ക് അത്രയേ ഉള്ളൂ. ഇവിടെ എങ്ങാനും വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് അങ്ങനെ റിയ ഷിൻചാനും പിൻചാനും എടുത്തിട്ടുണ്ട്. റിയ ഷിൻചാനും പിൻചാൻ എങ്ങനെയുണ്ട് നമ്മുടെ കാറ്? കൊള്ളാവോ? ഫ്രാങ്ക്ലിൻ വിഷയം കാറൊക്കെയാണ് അടിച്ചോണ്ട് വന്നേക്കണത്. എന്നാ ഫ്രാങ്ക്ലിൻ എന്താ പറയണേ? അതൊരു കിരീടം കാറാണ്. ഓക്കെ, താങ്ക് യു ഫോർ യു സപ്പോർട്ട്. സോ ഗൈസ് അവർക്ക് നമ്മളെ കാർ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ കാർ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അയ്യോ ഇപ്പം തെറിച്ച് പിന്നെ ഇതിൻ്റെ ബാക്കി കളിച്ചതിൻ്റെ വീഡിയോ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓണിലേക്ക് വെക്കണം. അപ്പോഴേക്കും ഞാൻ പോയി തിരിച്ച് കയറട്ടെ, അല്ലെങ്കിൽ